അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു നാടിന്റെ വേദന കേൾക്കുന്ന ആളുകൾക്കൊരു കഥ മാത്രമാണെങ്കിലും അത് അനുഭവിക്കുന്ന ആളുകളുടെ വേദന വിവരിക്കാൻ സാധ്യമാകാത്തതാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ പരീക്ഷണങ്ങൾ ഇതൊരു നാടിനെ മാത്രമല്ല, ഈ ഭൂമിയെ ഒന്നടങ്കം ബാധിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഈ ദുനിയാവിനെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് തീരുമാനിക്കുമെന്നും ഈ ലോകം നശിക്കുമെന്നും ആത്യന്തികമായി അവസാനം എല്ലാവരും അള്ളാഹുവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുമെന്നും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്കാലഹാ. ഭൂമി ഒരു പ്രകമ്പനം കൊള്ളുകയും അതിന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് തള്ളുകയും ചെയ്യുമ്പോൾ വഖാലൽ ഇൻസാനു മാലഹാ, ഇതെന്താണ് റബ്ബേ എന്ന് ചോദിച്ച് പരക്കം പായുന്ന ഒരു ദിനം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചിന്തിക്കപ്പെടാത്ത നിലക്കൊരു നാടിനെയും രണ്ട് നാടുകളെയും 500-ൽ പരം കുടുംബങ്ങളെയും ഒരു രാവ് കൊണ്ട് നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ആ സൃഷ്ടാവിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവര്, നമ്മളൊക്കെ 1000 തവണ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു തീരുമാനിച്ചാൽ യാതൊരുവിധ ഉറപ്പുമില്ലാതെ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും നിങ്ങളിലേക്ക് ആ മരണം തേടിയെത്തുന്നതിന്റെ മുൻപ്, അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെറിയൊരു കാറ്റ് മദീനയിൽ അടിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് ഓടിക്കയറി വാതിലിന്റെ മറവ് കൂടെ അങ്ങനെ ആ കാറ്റിനെ നോക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, നബിയെ, നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞു, ആയിഷ, യൗമുൽ ഖിയാമ, അന്ത്യനാളിനെ ഞാൻ ഭയപ്പെടുന്നു, അന്ത്യനാളിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, റസൂലേ, ഇങ്ങനെ ഭയപ്പെടാൻ മാത്രം താങ്കൾ എന്ത് കണ്ടിട്ടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്രയിൽ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ കാഹളത്തിൽ ഊതുന്ന മലക്കിനെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതാൻ നിശ്ചയിക്കപ്പെട്ട മലക്കിനെ ഞാൻ ആ സിംഹാസനത്തിന്റെ താഴെ കണ്ടു. കാഹളത്തിൽ ഊതാൻ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെ തലകുനിച്ചിരിക്കുന്ന ആ മലക്കിനെ ചൂണ്ടി അല്ലാഹു തആല പറഞ്ഞത്, നബിയെ, ഈ ലോകം അവസാനിക്കാൻ വേണ്ടി കാഹളത്തിലൂതാൻ ഞാൻ ഏൽപ്പിച്ച മലക്കാണെന്ന. റബ്ബത് നിശ്ചയിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ അടയാളങ്ങൾ ഓരോന്നും ഈ ലോകത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുന്നതൊരു ലോകാവസാനത്തിലൂടെയോ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഒരു ഖിയാമത്ത് നാളിലൂടെയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു വാക്ക്, ജനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരിൽ, നന്ദി കെട്ടവന്മാരിലെ ഖിയാമത്ത് നാൾ സംഭവിക്കൂ. അതൊരു പക്ഷേ നമ്മളാവാതിരിക്കാൻ ജീവിതം കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ അടുത്ത് കടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കാണുന്ന ഈ ഐക്യവും സ്നേഹവും നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇന്ന് പത്രത്താളുകളിലൂടെയും മീഡിയകളിലൂടെയും നമ്മൾ കാണുന്ന പരസ്പര സ്നേഹം, സാഹോദര്യം, ഐക്യം, ഇത് കേവലം ആളുകളെ പോഷിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടി എഴുതിവിടുന്ന ഒരു പോസ്റ്റുകൾ മാത്രമായി ചുരുങ്ങാൻ പാടില്ല. മനസ്സ് തുറന്ന് മനുഷ്യനെന്ന പരിധിക്കുള്ളിൽ നിന്ന് പരസ്പരം സ്നേഹിക്കാൻ. അതിനെ കുറ്റപ്പെടുത്തുന്നവർ പലരും ഉണ്ടാകാം, നമ്മളത് കാര്യമാക്കേണ്ടതില്ല. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെയാണ് കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ, അവനവന്റെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ തിന്നിരുന്ന് കുട്ടപ്പനായി ഒരു നല്ല ടീഷർട്ടും ഇട്ട് ടിവിയിലോ മൊബൈലിലോ കാണുന്നവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സേവനം ചെയ്യുന്നവന്റെ ബനിയൻ നോക്കി കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് റബ്ബ് അത്തരക്കാർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണമാണത്. അവന്റെ ഐഡന്റിറ്റി ബനിയനല്ലെന്നും, ഞാൻ അകത്തിരുന്ന് ഭക്ഷണം കഴിച്ച് സുഭിക്ഷനായിരിക്കുമ്പോഴും പൊരി വെയിലത്തും മഴയത്തും
ആ നാടിനെ സമുദ്ധരിക്കാൻ വേണ്ടി യുവാക്കൾ പോകുന്നുണ്ടെങ്കിൽ അവന്റെ ബനിയൻ കൊണ്ട് മാത്രം നിങ്ങളൊരു സമൂഹത്തെ കുറ്റപ്പെടുത്തരുത്. കാരണം സമൂഹത്തിന്റെ ഐഡന്റിറ്റി അവരണിഞ്ഞിരിക്കുന്ന ബനിയൻ അവർക്ക് കിട്ടേണ്ട വോട്ട് ബാങ്കുകളായിട്ടല്ല, മറിച്ച് യൗവനങ്ങളുണ്ട് ഈ കേരളത്തെ താങ്ങി നിർത്താൻ എന്ന തിരിച്ചറിവോടെയാണെങ്കിൽ ആ തിരിച്ചറിവോടുകൂടി പ്രാർത്ഥനയായിട്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റണം. ഫാസിസക്കാരും ചേർന്ന് നിൽക്കുന്നതിനെ വെറുക്കുന്നവരും വീടുകളിലൂടെ എന്ത് കൊഞ്ഞനം കുത്തിയാലും ശരി, നാളെ ഈ സമൂഹത്തിന്റെ നന്മകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന യുവാക്കളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഞങ്ങളിതാ ഒരു നാടിന്റെ പുരോഗമനത്തിന് വേണ്ടി മെനക്കെട്ടിട്ടുണ്ട് എന്നറിയിക്കാൻ അവർക്കൊരു ഐഡന്റിറ്റിയാണ് ബനിയനെങ്കിൽ ധരിക്കട്ടെ അവര്. സംഘടന വേണ്ട, സംഘടന തിന്മയാ, രാത്രികാലങ്ങളിൽ ഏതെങ്കിലും മൂലക്കിരുന്ന ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചാൽ മതി എന്ന് പറയുന്നവരും കാണട്ടെ. സംഘടന വാർത്തെടുത്തിട്ടുള്ള ഓരോ യുവാക്കളുടെയും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെതാണെങ്കിലും മതസംഘടനയുടേതാണെങ്കിലും, ഈ ചേർന്ന് നിൽക്കലും ഒത്തൊരുമയും കോർവയുമായിരുന്നു എക്കാലഘട്ടത്തിലും മനുഷ്യനെ ദൈവത്തിന്റെ തൃപ്തിയിലേക്ക് എത്തിച്ചതെങ്കിൽ കുറ്റം പറയാനും വെറുതെ കളിയാക്കാനും അവനവന്റെ മൊബൈലിൽ തോണ്ടിക്കുത്തിരുന്നിട്ട് ₹5 ഗുണം ചെയ്യാതെ പരാതിയും കുറ്റങ്ങളും ഏത് കാര്യത്തിലും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നവര് അതിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളാൽ സാധിക്കുന്നത് കൈയായിട്ടും മെയ്യായിട്ടും പണമായിട്ടും നമ്മൾക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും വലിയൊരു ഘടകം തന്നെ. പ്രാർത്ഥനയേക്കാൾ വലുതല്ല നമ്മൾ കൊടുക്കുന്ന മറ്റൊന്നും. മനസ്സമാധാനം കിട്ടാൻ, കുടുംബങ്ങളെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് ആഖിറത്തിൽ നല്ല സമാധാനത്തോടെ ജീവിക്കാൻ, അതിനേക്കാൾ ഏറെ നാളെ റബ്ബിന്റെ മുൻപിൽ ഇത്തരമൊരു ദുരന്തത്തിലൂടെ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കാനാവട്ടെ. ഈ പരീക്ഷണങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളും ബാധിച്ചവരുണ്ട് നാഥ. ആ അസുഖങ്ങൾ എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع الدعاء. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. രോഗം ബാധിച്ച് ആശുപത്രികളിൽ, വെന്റിലേറ്ററുകളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾ നാഥ, എന്താണോ ഓരോരുത്തർക്കും ഖൈറായത് ആ ഖൈറിലേക്ക് ഓരോ രോഗികൾക്കും നീ ആശ്വാസം നൽകുകയും സമാധാനം നൽകുകയും ചെയ്യണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണം.